എല്ലാം കേന്ദ്ര ഗവൺമെന്റ് തരാൻ തയ്യാറാണ്. അത് കേൾക്കാൻ നോക്കിയിരിക്കുകയാണ് കക്ഷി. ചാടുമെന്ന് പറഞ്ഞാൽ 2000 കോടി തന്നേക്കാൻ നാണം കെട്ടവൻ. മുഖ്യമന്ത്രിയല്ല മുഹമ്മദ് റിയാസാണ് ചോദിച്ചത്. അത് റിയാസല്ല, പിണറായി ചോദിച്ചു. അയാൾ പറഞ്ഞു 2000. റിയാസ് തന്നെ മകളെ കെട്ടിയാണ് ഈയിടെ ഒരു എങ്ങനെ മകളെ കെട്ടിച്ചു കൊടുത്തേ. ഓക്കെ. ശ്രീ പി സി ജോർജ്, ഈ ലാവ്ലിൻ കേസ് നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെ ചെലവാക്കിയത് 20 ലക്ഷം രൂപയും ശബരിമല കേസ് നടപ്പിലാക്കാൻ വേണ്ടി ആ കോടതിയിൽ ചെലവാക്കിയത് വക്കീലിമാർക്ക് അഭിഭാഷകർക്ക് കൊടുത്തത് 40 ലക്ഷം രൂപയാണ്. അതായത് ലാവ്ലിൻ കേസ് എന്ന് എന്താണെന്നറിയാം. ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന കാലത്ത് കാണിച്ച കൊള്ളയാണ്. 110 കോടി രൂപ മോട്ടിച്ച കേസാണ്. ആ കേസ് വ്യക്തമായ തെളിവോടുകൂടി ഇരിക്കുക. അത് കേസ് കോടതി മുമ്പിൽ വിസ്തരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതെ നടപ്പാക്കാതിരിക്കുന്നതിന് വേണ്ടി വക്കീലിന് മുടക്കിയ കാശാണ് ഈ 20 ലക്ഷം രൂപ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ശബരിമല വിശ്വാസപരമായി എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. 10 വയസ്സിനും 52 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല എന്നുള്ളത് എത്രയോ കൊല്ലമായി നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ്. ഇവിടെ പിണറായി വിജയൻ ഓർഡർ ഇട്ട് സുപ്രീം കോടതി അനുവദിച്ചു. ഞങ്ങൾക്ക് പല പെണ്ണുങ്ങളും കയറിയോ? ഒറ്റ പെണ്ണ് പിണറായിയുടെ മകളുണ്ടോന്ന് കയറാൻ പറയാൻ പോലായിരുന്നു. കയറിയില്ലല്ലോ. എന്നാ പോകാലവരും. ശബരിമലയിലേക്ക് ഒരു സ്ത്രീകളും പോവില്ല. അതൊരു വിശ്വാസപരമായ കാര്യമാണ്. ആ വൃത്തികേട് അതിനെതിരായിട്ട് പോകാൻ പാടില്ലെന്നുള്ള ആ നയം തിരുത്താൻ വേണ്ടി കേസ് കളിച്ച് 40 ലക്ഷം ആണെന്ന് പറഞ്ഞ് ഈക്ക് നട്ടമല്ലോ. ഈയുടെ കുടുംബത്തിന് കാരണന്മാരെ കാശുമല്ലോ വേണം. കേരള സർക്കാരിന്റെ പണമാണെങ്കിൽ മുടക്കുന്നത് ഏതായി? ഞാനും ഞാൻ പറയുന്ന കേൾക്കുന്ന ജനങ്ങളും കൊടുക്കുന്ന നികുതിപ്പണം എടുത്തിട്ടാണ് ഈ വൃത്തികെട്ട നടപടി സ്വീകരിക്കുന്നത്. ലോകത്തിന് മുഖ്യ നേരെ കുളിമുറികൾ ഉണ്ടാക്കാൻ വേണ്ടി 10 ലക്ഷം, പശുക്കൂട് ഉണ്ടാക്കാൻ 24 ലക്ഷം, പശുവിന് ചാണകം ഇടാൻ 5 ലക്ഷം, കുഴി ഉണ്ടാക്കാൻ. ഇതിലൊക്കെ തല തീ വീഴാത്ത എന്നാന്ന് ഞാനിങ്ങനെ ആലോചിക്കും. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് CMDF പറഞ്ഞത്. അത് പോരായിട്ട് പല ആൾക്കാരും സ്പോൺസർഷിപ്പ് ആയിട്ട് പറഞ്ഞുണ്ട്. വീട് വെച്ചു കൊടുക്കാനും വസ്തു കൊടുക്കാനും. അതും പോരായിട്ട് കേന്ദ്രത്തിനടുത്ത് 2000 കോടി രൂപ ചോദിക്കുന്നു. ആ 2000 കോടി ആവശ്യം എന്താണ്? അത് ഞാൻ പല പ്രാവശ്യം ഈയിലെപ്പോൾ ഒരു മനുഷ്യനാണോ അത്ര 100 കണക്കിന് മനുഷ്യൻ മരിച്ച് അതിന് വലിയ ദുഃഖകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. അയാൾ അന്നേരം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞെന്താ? കാറ്റയച്ചോളെ. ഒരു IAS പുറകെ ചിരിക്കുന്നുണ്ട്. എനിക്ക് അത് കണ്ടപ്പം നമ്മളെല്ലാം അത്ര മനപ്രയാസം ഇതുപോലെ കുറ്റവും ഉടയരും എല്ലാം മരിച്ച് എന്തോ ഒരു ദുഃഖകരമായ സംഭവമാണ്. അപ്പൊ 5 മണിയായപ്പോ പിണറായി പത്രക്കാരെ കാണുന്നു പറഞ്ഞു. ഞാനത് എന്തെങ്കിലും ആശ്വാസകാര്യം മാനിക്കുന്നതായിരിക്കും ഞാൻ നോക്കുന്നത്. അപ്പൊ അയാള് മെയിൻ കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് പണം അയക്കട്ടെ എന്നാ പറയുന്നത്. പോരട്ടെന്നും. ഇല്ല എന്തൊരു നികൃഷ്ടന് ഒന്ന് ആലോചിച്ച്. അതിന് വലിയ തമാശ. അയാൾ അവിടെ എന്നിട്ട് ആ ആശുപത്രിക്കകത്ത് രോഗികളെ കയറി കാണാൻ തയ്യാറായില്ല. ക്യാമ്പിൽ ചെന്നിട്ട് അതിനകത്ത് കയറി അവരോട് സംസാരിക്കാൻ തയ്യാറായില്ല. അയാളെ പോയി കണ്ടു എന്ന് കരുതുക. പ്രധാനമന്ത്രി എന്താ ഇത്? നരേന്ദ്രമോദിജി വന്നപ്പോ അദ്ദേഹം നേരിട്ട് പോയിട്ട് നേരിട്ട് കണ്ടു സംസാരിച്ചു മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ പോലീസിന് പോലോ പട്ടാളത്തിന് പോലോ കയറാൻ കഴിയാതിരുന്ന ആരും സന്ദർശിക്കാതിരുന്ന ഒരു മേഖല അദ്ദേഹത്തിന്റെ കണക്കിൽ കണ്ടെത്തി. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മുഴുവൻ വാച്ച് ചെയ്യായിരുന്നു. അവിടേക്ക് മോദി നടന്നുപോയി. മനസ്സിലായോ? അന്തിച്ചു അവിടുത്തെ പട്ടാളക്കാരല്ലേ എത്ര ബഹുമാനിക്കുന്നത്. അങ്ങനെ അവിടെയും ചെന്ന് അവിടെയുള്ള ആളുകളെയും കണ്ട് ആളുകൾക്കെല്ലാം ആശ്വാസം കൊടുത്തത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു മറുപടി ഏറ്റവും പ്രധാനപ്പെട്ടത് പണത്തിന്റെ പേരിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഒരു കുഴപ്പം ഉണ്ടാകില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് തരാൻ തയ്യാറാണ്. അത് കേൾക്കാൻ നോക്കിയിരിക്കുകയാണ് കക്ഷി. ചാടുമെന്ന് പറഞ്ഞാൽ 2000 കോടി തന്നേക്കാൻ നാണം കെട്ടവൻ. മുഖ്യമന്ത്രിയല്ല മുഹമ്മദ് റിയാസാണ് ചോദിച്ചത്. അത് റിയാസല്ല, പിണറായി ചോദിച്ചു. അയാൾ പറഞ്ഞു 2000. റിയാസ് തന്നെ മകളെ കെട്ടിയാണ് ഈയിടെ ഒരു എങ്ങനെ മകളെ കെട്ടിച്ചു കൊടുത്തേ. അതായത് ക്രൈം നന്ദകുമാറിന്റെ കോഴിക്കോട്ടെ സ്ഥാപനത്തിൽ ഈ ലൗലിംഗ് കേസ് സംബന്ധമായി കേസിന്റെ ഫയൽ മുഴുവൻ വെച്ചിരിക്കുന്നു. അത് തിരിച്ചെടുക്കണം. അത് തിരിച്ചെടുത്തില്ലേ മുഴുവൻ കേസ് തെളിയിക്കപ്പെടുകയാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? റിയാസ് എന്ന് പറയുന്ന DYFIക്കാരൻ കയറി അടിച്ച്
അവിടെ അടിച്ച് തകർത്ത് ഈ നന്ദകുമാറിനെ അടിച്ച് സാധനം കമ്പ്യൂട്ടർ മുഴുവൻ പൊട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന സാധനം മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് പോയി. അതിന് കേസുണ്ടായിരുന്നു. കേസൊക്കെ എടുത്ത് കളഞ്ഞല്ലോ. ആ നന്ദിക്കാണ് മകളെ കെട്ടിച്ചു കൊടുത്തത്. മനസ്സിലായില്ലേ? മകളെ കെട്ടിച്ചു കൊടുക്കുക മാത്രമോ? ഈ റൗഡിസം കാണിച്ചതിന് അല്ല അയാളുടെ ജീവിതം കിട്ടുക, അയാളെ ശിക്ഷിച്ച് പോകണ്ടേ. അപ്പൊ അത് ഇവനാണ് രക്ഷിച്ചത് ഈ റിയാസ്. അതുകൊണ്ട് മകളെ തന്നെ കൊടുത്തേച്ചു. അത് കൂടെ കൊടുക്കാൻ പറ്റുമോ? അതിന് മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നു. ഇപ്പൊ അയാളെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞു കിടക്കുക. അതാ മനസ്സിലായി. സഹാക്കന്മാർക്കൊക്കെ സഹിക്കാത്ത കാര്യം അതാ. ബാക്കി എല്ലാം സഹിക്കും. മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞതിന് മറുപടി എന്താ? മുസ്ലിം തീവ്രവാദികളുടെ വക്താവല്ലേ അവൻ. എന്നിട്ട് കൊണ്ടുനടക്കുക. ഏറ്റവും പ്രധാനമന്ത്രി അല്ല 2000 കോടി ചോദിച്ചു. പ്രധാനമന്ത്രി പറഞ്ഞല്ലോ എത്ര കോടി തരാം, കണക്ക് തരാൻ പറയും. ഇപ്പൊ കണക്കില്ലാത്ത എന്താ? കണക്ക് കൊടുക്കണ്ടേ? ഞങ്ങൾ തന്ന കാശിന്റെ കണക്ക് ഇങ്ങോട്ട് താ, ഇനിയും കാശ് തരാം, എത്ര വേണേ തരാമെന്നാ പറയുന്നത്. ഇവിടെ ക്രിസ്ത്യൻ നമ്മുടെ റോമൻ കത്തോലിക്ക സഭ 100 വീട് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇവിടുത്തെ ഓർത്തഡോക്സ് സഭ 50 വീട് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ സന്നദ്ധ സംഘടന വെച്ച് കൊടുക്കാവുന്ന വീടിന്റെ കണക്ക് 570 വീട് ഇപ്പം തന്നെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ ഇനി ആർക്കാ ഇനി എന്നെ ദുരിതാശ്വാസം? എനിക്ക് മനസ്സിലായി ആർക്കാ ദുരിതാശ്വാസം? വീട് സ്ഥലത്തിന്റെ പ്രശ്നമുള്ളൂ. ഞാൻ വേറൊന്നും പറഞ്ഞില്ല. നമ്മുടെ ഇടമലയാർ ഡാമിനിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ക്വാർട്ടേഴ്സ് കിടപ്പുണ്ട്. ഒരു 500ഓളം ആള് കുടുംബത്തിൽ താമസിക്കാൻ മാത്രമുള്ള ക്വാർട്ടേഴ്സ് അവിടെ ചൂടായി കിടക്കുക. വെയിലും മഴയും നനഞ്ഞ് അവിടെ കിടപ്പുണ്ട്. ആ ഒറ്റ ക്വാർട്ടേഴ്സ് മുഴുവൻ ക്വാർട്ടേഴ്സും കൂടെ കൊടുത്താൽ പോരെ? ഒരു പൈസ മുടക്കാതെ ആൾക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടാവുമല്ലോ. അവിടെ ആദിവാസികൾക്ക് 5 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആ 5 ഏക്കറിനകത്ത് മുഴുവൻ മരം വെച്ചിരിക്കുക. അതിനകത്ത് തേക്കാൻ നിൽക്കുന്നു. പിന്നെ അതിനകത്ത് പോലും കൃഷി ചെയ്യാൻ പറ്റും. എന്ന് 5 ഏക്കർ സ്ഥലം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഇടമലയാറിലെ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ കൈവശമുള്ള ആ ക്വാർട്ടേഴ്സ് വെറുതെ കിടക്കാൻ മുഴുവൻ. ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു. ആ ക്വാർട്ടേഴ്സ് മുഴുവൻ എടുത്ത് ഈ പാവപ്പെട്ട പ്രവേശിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് കൊടുക്കട്ടെ. അവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ലോ. അവരെല്ലാവർക്കും സന്തോഷമാവുമല്ലോ. അപ്പൊ അതൊന്നും ചെയ്യല. കാശ് മൂട്ടിക്കാനുള്ള മാർക്ക് 2000 കോടി രൂപ. നാണം വേണ്ട ചോദിക്കാൻ. കാണാം, നമുക്ക് ഇന്നൊരു ഉത്തരവ് പുറത്തെടുത്തു. അങ്ങനെ ശ്രദ്ധപ്പെട്ടതറിയില്ല. അത് സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകാൻ സാലറി ചലഞ്ച് ഇന്ന് ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. എന്തിനാണ് ഈ പണം? അങ്ങനെ ഉത്തരവിടാൻ ഗവൺമെന്റ് എന്താ അധികാരം? ഞാൻ ജോലി ചെയ്യുന്നതിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം കൊടുക്കണമെങ്കിൽ ഞാനാണ് നിശ്ചയിക്കേണ്ടത്. അല്ലാതെ ഗവൺമെന്റ് അങ്ങനെ ഓർഡർ ഇട്ട് കാശ് മേടിക്കാൻ അധികാരമില്ല. തെറ്റാണത്. അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത്. അതായത് 5 ദിവസത്തെ ശമ്പളം കൊടുക്കുന്നത് എനിക്കതില്ല ന്യായം. അവർ തോന്നിയ കൊടുക്കട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എന്തിനാണതെന്ന് പറയണ്ടേ? അത് പിടിച്ചു പറിക്കാമോ? ഓരോരുത്തരുടെ ശമ്പളത്തിൽ നിന്ന് 5 ദിവസത്തെ ശമ്പളം 5 ദിവസത്തെ ശമ്പളം ഞാൻ പിടിച്ചു പറിക്കുന്നത് ന്യായം എന്താ? അത് ഓർഡർ ഗവൺമെന്റ് എന്താ അധികാരം? ഇതൊക്കെ അധികാര പ്രമുഖ നിലവിൽ നടക്കുന്ന റൗഡിസമാണ്. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആളില്ലെന്ന് പറയുന്ന ദുഃഖം. ഇതൊക്കെ അനുഭവിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി.